ഹലോ കൂട്ടുകാരെ, നിങ്ങൾ ആമയുടെ മുയലിനെയും കഥ കേട്ടിട്ടുണ്ടോ? ഇന്ന് പറയാൻ പോകുന്നത് ആമയുടെ മുയലിനെയും കഥയാട്ടോ. നമുക്ക് നിറം കൊടുത്തുകൊണ്ട് കഥ പറയാമേ. പണ്ട് 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 ഒരു കാട്ടിൽ രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു. ആരൊക്കെയാ? ഒരാമയും ഒരു മുയലും. ആമയുടെ കാര്യം നമുക്കറിയാലോ. ആമയ്ക്ക് ഇഴഞ്ഞിഴഞ്ഞ് നടക്കാനേ അറിയൂ. എന്നാ മുയൽ ഭയങ്കര ഓട്ടക്കാരനല്ലേ. അതുകൊണ്ട് തന്നെ ഈ മുയൽ എപ്പോഴും ആമയെ കളിയാക്കുമായിരുന്നു. വലിയ ഓട്ടക്കാരനാണെന്നുള്ള ഒരു അഹങ്കാരം ഈ മുയലിന് എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാട്ടിലൊരു മീറ്റിംഗ് വന്നു. കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒത്തുകൂടിയ സമയമായിരുന്നു അത്. ആമയെ പരിഹസിക്കാൻ കിട്ടിയ ഒരു അവസരം മുയൽ പാഴാക്കിയില്ല. അപ്പം പെട്ടെന്ന് മുയൽ ആമയോട് ചോദിച്ചു, സുഹൃത്തെ, നമുക്കൊരു ഓട്ട മത്സരം നടത്തിയാലോ? തന്നെ കളിയാക്കാനാണ് മുയൽ ഇത് ചോദിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടും ആമ പറഞ്ഞു, തീർച്ചയായും ഞാൻ തയ്യാറാണ്, നമുക്ക് ഓട്ട മത്സരം നടത്താം. ആമ അത് നിരസിക്കുമെന്ന് കരുതിയ മുയൽ ഞെട്ടിച്ചുകൊണ്ടെന്നായിരുന്നു ആ മറുപടി. മറ്റു മൃഗങ്ങളും അത്ഭുതപ്പെട്ടുപോയി. അവർ ആമയോട് പറഞ്ഞു, നിനക്കൊരിക്കലും മുയലിനോടൊപ്പം ഓടി ജയിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വെറുതെ മത്സരിക്കാൻ നിൽക്കരുത്. എന്നാൽ ആമ പിന്മാറാൻ തയ്യാറായില്ല. ഒടുവിൽ ഓട്ട മത്സരം നടത്താൻ തന്നെ തീരുമാനിച്ചു. മത്സരം തുടങ്ങേണ്ട മണി മുഴങ്ങിയതും മുയൽ വളരെ വേഗം ഓടാൻ തുടങ്ങി. ആമ തന്നെ കൊണ്ട് പറ്റുന്ന വേഗത്തിൽ ഇഴയാനും തുടങ്ങി. ഓടി പകുതിയോളം ദൂരെ എത്തിയപ്പം മുയലിന് നല്ല ക്ഷീണം തോന്നി. അവൻ ചുറ്റിനും നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോ ആമ ഈ പരിസരത്തൊന്നും കാണുന്നില്ല. എന്തായാലും ആമ ഇഴഞ്ഞിവിടെ എത്താൻ തന്നെ ഒരുപാട് സമയമെടുക്കും. കുറച്ചു നേരം ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് അല്പം ക്ഷീണം മാറ്റിയിട്ട് പോകാം, അതാ നല്ലത് എന്ന് പറഞ്ഞ് മുയൽ അടുത്ത് കണ്ട ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. എന്നാൽ ക്ഷീണം കാരണം അവനങ്ങ് ഉറങ്ങിപ്പോയി. ഈ സമയത്തും ഇഴഞ്ഞു വന്നുകൊണ്ടിരുന്ന ആമ മുയൽ ഉറങ്ങുന്നത് കണ്ടു. എന്നിട്ടും അവൻ ക്ഷീണം ഒന്നും വകവയ്ക്കാതെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. കുറച്ചു കഴിഞ്ഞ് ഉറക്കമുണർന്ന മുയൽ ചുറ്റും നോക്കി. അവിടെ എങ്ങും ആമയെ കണ്ടില്ല. ആമ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്ന് കരുതിയ മുയൽ വീണ്ടും ഓട്ടം തുടങ്ങി. ഓടി അടുത്തെത്താറായപ്പോഴത്തേക്കും മുയൽ അവിടെ കണ്ട കാഴ്ച കണ്ട് മുയൽ ഞെട്ടിപ്പോയി. അതാ ആമ തനിക്ക് മുമ്പേ എത്തിയിരിക്കുന്നു. ഇത് കണ്ട് മുയൽ നാണിച്ചു തല താഴ്ത്തി. ആമ തന്റെ സുഹൃത്തിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, നമ്മൾ ആരെയും പരിഹസിക്കരുത്. നമുക്ക് ഓരോരുത്തർക്കും ദൈവം അവരുടേതായ കഴിവുകൾ തന്നിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയണം. നിനക്ക് വേഗത്തിൽ ഓടാനുള്ള കഴിവാണുള്ളത്, അതുപോലെ എനിക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള കഴിവുമുണ്ട്. ഇത് കേട്ട് മുയലിന് തന്റെ തെറ്റ് മനസ്സിലായി. അവൻ ആമയോട് ക്ഷമയും ചോദിച്ചു. എന്നിട്ട് ഒരുപാട് കാലം അവർ നല്ല സുഹൃത്തുക്കളായി ആ കാട്ടിൽ കഴിഞ്ഞു. അപ്പൊ കൂട്ടുകാരെ, ടീച്ചറമ്മ പറഞ്ഞ കഥ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായോ? നമ്മൾ ഈ കഥയിൽ എന്താ പഠിച്ചേ? ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുകൾ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഴിവ് കണ്ടിട്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പാടില്ല, ആരെയും കളിയാക്കാൻ പാടില്ല കേട്ടോ. പുതിയ കഥയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാമേ.